ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. പിതാവ് അവർക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിച്ചു, അവരെ അനുഗ്രഹിച്ചു വളർത്തി. എന്നാൽ ഒരു ദിവസം തൻ്റെ ഇളയ മകൻ പറഞ്ഞു, എനിക്ക് ലഭിക്കേണ്ടുന്ന ഓഹരി തരണമേ എന്ന്. ഞാൻ എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന്. പിതാവിൻ്റെ വീട്ടിലെ സ്നേഹം, സുരക്ഷ, അനുഗ്രഹം ഇതെല്ലാം ഉപേക്ഷിച്ച് ഇളയ മകൻ ദൂരദേശത്തേക്ക് യാത്രയായി. എന്നാൽ തൻ്റെ ദുർനടപ്പിലൂടെ സ്വത്തുക്കളെല്ലാം നാനാവിധമാക്കി കളഞ്ഞു പാപത്തിലേക്ക് വഴുതി വീണു. എന്നാൽ താൻ പാർത്തിരുന്ന ദേശത്തെ ഒരു കഠിന ക്ഷാമം ബാധിച്ചു. ഭക്ഷണം ലഭിക്കുവാനായി താൻ പന്നികളെ മേയ്ക്കുന്ന ജോലി വരെയും ചെയ്തു. പന്നികളുടെ ഭക്ഷണം പോലും ലഭിക്കാത്ത അവസ്ഥയിൽ താൻ ആകെ തകർന്നു പോയി. അപ്പോൾ താൻ തൻ്റെ പിതാവിനെ ഓർത്തു. പിതാവിൻ്റെ വീട്ടിലെ ദാസന്മാർക്ക് തന്നേക്കാൾ നല്ല ജീവിതമാണെന്ന് അവൻ മനസ്സിലാക്കി വീട്ടിലേക്ക് തിരിച്ചു പോകാനായി തീരുമാനിച്ചു. തൻ്റെ പിതാവിനോട് ക്ഷമ ചോദിക്കുവാനായി ചെല്ലുമ്പോൾ തന്നെ ദൂരത്തു നിന്ന് കണ്ട പിതാവ് ഓടി വന്ന് തന്നെ കെട്ടിപ്പിടിച്ചു, മോതിരം അണിയിച്ചു, തനിക്ക് വേണ്ടി വലിയൊരു വിരുന്നു ഒരുക്കി. ഇതുപോലെ തന്നെയാണ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ്. എന്ന് നാം ദൈവത്തിൽ നിന്ന് അകന്നു മാറി ലോകത്തിൻ്റെ സുഖങ്ങളിലും ബന്ധങ്ങളിലേക്കും പോകുവാനായി തീരുമാനിച്ചോ, അതാണ് നമ്മുടെ അധപതനത്തിൻ്റെ കാരണം. എന്നാൽ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി പിതാവിലേക്ക് മടങ്ങി വന്നാൽ നമ്മെ സ്നേഹത്തോടെ വാരിപ്പുണർന്ന് നമ്മെ സ്വീകരിക്കുവാനായി കാത്തിരിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. നിങ്ങൾ എത്ര തകർന്ന അവസ്ഥയിൽ കൂടെ കടന്നു പോയവരാണെങ്കിലും, നിങ്ങളുടെ പാപം എത്ര കടുംചുവപ്പാണെങ്കിലും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. അവന് നിന്നെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിയും. എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തെ സമീപിച്ചാൽ അവൻ നിൻ്റെ മുറിവേറ്റ അവസ്ഥകളിന്മേൽ ലേപം തേച്ച് സുഖപ്പെടുത്തി നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിയും. ആമേൻ. മേ ഗോഡ് ബ്ലസ് യു.